നമസ്കാരം, ഞാൻ മരിയ. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ്. എതിർപ്പിന്റെ ഇരട്ട സ്വരം. ധനമന്ത്രി KM മാണിയെ പിന്തുണയ്ക്കുന്നതിൽ എതിർപ്പിന്റെ സ്വരവുമായി പന്തളം സുധാകരനും KPCC വക്താവ് അജയ് തറയിലും. മാണിക്കിന് വേണ്ടത് വിശ്രമമെന്ന് പന്തളത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ധനമന്ത്രി ശാരീരികമായും മാനസികമായും ക്ഷീണിതൻ. മാണിക്ക് വേണ്ടത് 6 മാസത്തെ വിശ്രമകാലം. വകുപ്പിന്റെ ചുമതല മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും പന്തളം സുധാകരൻ. സംഘടനയിൽ മിണ്ടരുതെന്നും ചുണ്ടനക്കരുതെന്നും തനിക്ക് വിലക്കുണ്ടെന്ന് അജയ് തറയിൽ. നിലപാട് വ്യക്തമാക്കാൻ അവസരമില്ലാത്തത് നിർഭാഗ്യകരം. മാണിക്കു പകരം മുഖ്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്ന് തറയിൽ നേരത്തെ ആവശ്യപ്പെട്ടത് മുന്നണിയിൽ സൃഷ്ടിച്ചത് വൻ വിവാദം. എതിർപ്പ് മുറുകിയപ്പോൾ അവധിയിൽ പോയ തറയിൽ വീര്യത്തോടെ വീണ്ടും. അംഗം മുറുക്കാൻ അരുവിക്കര. അവകാശ തർക്കത്തിൽ അരുവിക്കര സീറ്റ്. അന്തരിച്ച G. കാർത്തികേയന്റെ ഭാര്യ ഡോക്ടർ സുലേഖയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എതിർപ്പുമായി DCC നേതൃത്വം. രാഷ്ട്രീയം ആശ്രിത നിയമനത്തിന്റെ മേഖലയല്ലെന്നും സ്ഥാനാർത്ഥിയാക്കേണ്ടത് കറതീർന്ന കോൺഗ്രസുകാരെയെന്നും DCC പ്രസിഡന്റ് മോഹൻകുമാർ. സുലേഖ ആദ്യം രാഷ്ട്രീയത്തിൽ സജീവമാകട്ടെ. സംഘടനയിൽ അരാഷ്ട്രീയവത്കരണം അനുവദിക്കില്ലെന്ന് ജില്ലാ നേതൃത്വം. അരുവിക്കരയിൽ സുലേഖയെ മത്സരിപ്പിക്കാൻ ഉന്നമിട്ട് മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും. ഇരുവരും സുലേഖയെ കണ്ടത് കഴിഞ്ഞ ദിവസം. അരുവിക്കര സീറ്റിനും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനും അവകാശമുന്നയിച്ച് RSP രംഗത്ത്. ഉപതിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പ്രവർത്തകർക്ക് CPM ആഹ്വാനം. ആവേശം മുറുകുമ്പോൾ അരുവിക്കര അങ്കക്കരയാകും. കുറ്റപത്രത്തിന് ഗതിവേഗം. ചന്ദ്രബോസ് കൊലക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിനെതിരെ കുറ്റപത്രം ഉടൻ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിൽ തീരുമാനമായതോടെ നടപടികൾക്ക് വേഗം. കേസിൽ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയത് 10 പേരുടെ രഹസ്യമൊഴി. സാക്ഷിമൊഴികൾ, രേഖാപരമായ തെളിവുകൾ, മെഡിക്കൽ തെളിവുകൾ എല്ലാം നിസാമിന് കുരുക്ക്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് CP ഉദയഭാനുവിനെ നിയമിച്ചത് ചന്ദ്രബോസിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച്. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. വാഗ്ദത്ത ഭൂമിയിൽ പോരാട്ട വീര്യം. ഇസ്രായേൽ പൊതുതിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കടുത്ത മത്സരം. പോരാട്ടം ഭരണകക്ഷിയായ ലിക്വിഡ് പാർട്ടിയും ലേബർ കക്ഷിയും തമ്മിൽ. 120 അംഗ പൊതുസഭയായ സെനറ്റിലേക്ക് വോട്ടെടുപ്പ് നടന്നത് ഇന്നലെ. നെതന്യാഹു അധികാരം തേടുന്നത് 4ാം വട്ടം. ഇക്കുറി കാര്യം കഷ്ടമെന്ന് നിരീക്ഷകർ. തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രത്യേക പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കില്ലെന്ന് ടെലിവിഷൻ അഭിമുഖത്തിൽ നെതന്യാഹു. പ്രധാനമന്ത്രിയുടെ നിലപാട് മുൻ വാഗ്ദാനത്തിൽ നിന്നുള്ള പിന്മാറ്റം. നെതന്യാഹുവിനെതിരെ വിജയപ്രതീക്ഷയുമായി മുഖ്യ എതിരാളി ഇസ്ഹാഖ് ഹെർസോഗ്. ഗാർഹിക നികുതി വർധന നെതന്യാഹുവിന് ഭീഷണി. മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.